നമസ്കാരം. യമനിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നഴ്സ് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനായി നടക്കുന്ന ശ്രമങ്ങൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെതിരായ ആരോപണങ്ങളും ശക്തമാകുന്നുണ്ട്. ഇതിനിടെ നിമിഷയുടെ അമ്മ യമനിലെ വീട്ടുതടങ്കലിലാണ് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നിമിഷയുടെ ഭർത്താവ് ടോമി നടത്തിയിട്ടുണ്ട്. സാമുവൽ ജെറോമിനെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചാണ് ടോമി തോമസ് രംഗത്ത് വന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ആദ്യഘട്ട ചർച്ചകൾക്ക് നൽകിയ $40,000 സാമുവൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും അമ്മയെ വീട്ടുതടങ്കലിലാക്കിയെന്നുമാണ് ആരോപണങ്ങൾ. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സ്വരൂപിച്ച $40,000 കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് വഴി യമനിൽ കേസ് നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച അഭിഭാഷകനാണ് കൈമാറിയതെന്ന് ടോമി തോമസ് അറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ വീട്ടുതടങ്കലിലാണെന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ടോമി വ്യക്തമാക്കി. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് മറ്റു താൽപര്യങ്ങളുണ്ടെന്നും ടോമി കുറ്റപ്പെടുത്തി. പ്രേമകുമാരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ യമനിൽ തടവിലോ വീട്ടുതടങ്കലിലോ ആരുടെയെങ്കിലും കസ്റ്റഡിയിലോ അല്ല. കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആയ സാമുവൽ ജെറോമിന്റെ സംരക്ഷണയിൽ തന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് അവർ യമനിൽ തുടരുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വിവാദങ്ങൾക്ക് സ്ഥാനമോ സമയമോ ഇല്ലെന്നും മോചനത്തിനായി എല്ലാവരും നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും ടോമി വ്യക്തമാക്കി. ഇതിനിടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള പ്രചാരണം കേന്ദ്ര സർക്കാർ തള്ളിയിട്ടുണ്ട്. അത്തരം ഒരു വിവരവുമില്ലെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമനിലുള്ള സുവിശേഷകൻ കെ.എ. പോൾ അവകാശപ്പെട്ടിരുന്നു. ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ കേസിൽ കൂടുതൽ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു. അവകാശവാദം വ്യാജമെന്ന് യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോമും പറഞ്ഞിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും രംഗത്തെത്തിയിരുന്നു. നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന പ്രചാരണം തലാലിന്റെ സഹോദരൻ നിഷേധിക്കുകയായിരുന്നു. മോചനത്തിലുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ആക്ഷൻ കൗൺസിലിലെ പ്രതിനിധികളായി കെ.ആർ. സുഭാഷ് ചന്ദ്രൻ, N.K. മുഹമ്മദ് പൂരാച്ചുണ്ട്, സജീവ് കുമാർ എന്നിവരും കാന്തപുരം A.P. അബൂബക്കർ മുസലിയാരുടെ പ്രതിനിധികളായി ഹുസൈൻ സഖാഫി, ഹാമിദ് എന്നിവരെയും ഉൾപ്പെടുത്തി മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്നാവശ്യപ്പെട്ടത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ഹുസൈൻ സഖാഫി. ഇസ്ലാം പണ്ഡിതനും യമൻ വിദഗ്ധനുമാണ് ഹാഫിദ്. 2 കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. യമനിൽ ദയാദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാൻ കേന്ദ്രത്തെ സമീപിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് സമഗ്ര സുരക്ഷാ വിലയിരുത്തലിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് സൂചന. യമനിലെ ഗോത്ര വിഭാഗത്തിന്റെ കയ്യിലുള്ള സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ. ഇന്ത്യക്കാർക്ക് യമനിലേക്ക് യാത്രാ വിലക്കുമുണ്ട്. കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാറുമായി ബന്ധപ്പെടുകയോ ചർച്ച നടത്തുകയോ ചെയ്തതായി അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. അവരുമായി ഒരു സമയം ഒരിടത്തും വെച്ച് ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. വിധി നടപ്പാകുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചത്. ദിയാദനം സ്വീകരിക്കുവാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കുടുംബം പറയുന്നു. സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നുവെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. വധശിക്ഷ നീട്ടിവച്ച വിവരം കാന്തപുരം A.P. അബൂബക്കർ മുസലിയാർ അറിയിക്കുകയും ചെയ്തു. ഔദ്യോഗിക വിധിപ്പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു. എന്നാൽ വിഷയത്തിൽ തലാലിന്റെ സഹോദരൻ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയതോടെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.